അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഉടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ നീ എൻ്റെ മനസ്സിൽ തോന്നിക്കുന്നത് വിവാഹത്തിന് വേണ്ടി മനസ്സമ്മതം നടത്താൻ പോകുന്നവരും അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ആലോചനകൾക്ക് വേണ്ടി മക്കളുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി ഉഴറി നടക്കുന്നവരും അവരുടെ ഒരു പരിശ്രമങ്ങളെ അവർക്ക് എബ്രാഹത്തിൻ്റെ മകനെ അനിയുക്തയായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ വേണ്ടി നീ ഫൃത്തിന് അയച്ചതുപോലെ കർത്താവെ, ജീവിത പങ്കാളി അന്വേഷിക്കുന്നവർക്ക് യഥാകാലങ്ങളെ കണ്ടെത്താൻ വേണ്ടി എന്നെ കണ്ടെത്താൻ നീ ഇടയാക്കുമെന്ന് പറഞ്ഞതുപോലെ കർത്താവെ, ദൈവത്തെ കണ്ടെത്തുന്ന പോലെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അന്വേഷിക്കുകയും കണ്ടെത്തുമെന്നാണ് നീ പറഞ്ഞല്ലേ കർത്താവ്. അവർക്കെല്ലാം കണ്ടെത്തേണ്ട ആശീർവാദം നൽകണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി ആരെല്ലാം പേടിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ അവിടെ നീ ബ്ലോക്ക് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെ വിശ്വസിക്കുന്നവർ ഒരു മനുഷ്യനെയും പേടിക്കരുത് ഈശോയെ. ആ രീതിയിൽ അവർക്ക് ആത്മവിശ്വാസവും ആന്തരിക ശക്തിയും നൽകണം പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഓരോരോ കാര്യങ്ങൾക്ക് വീട് വെക്കാൻ പോകുന്നവർ, സ്ഥലം വാങ്ങാൻ പോകുന്നവർ, പെണ്ണ് കാണാൻ പോകുന്നവർ, പുരുഷൻ്റെ കെട്ടാനുള്ള മകളെ കെട്ടാനുള്ള ചെറുക്കൻ്റെ വീട്ടിൽ പോകുന്നവർ, അവിടെയൊക്കെ സംസാരങ്ങളിലൊക്കെ പലപ്പോഴും പെശകി വരികയും നല്ലത് നഷ്ടപ്പെടുകയും അവനെ പിശാചികര് പ്രവർത്തിക്കുകയും സാത്താനെ അവസരം കൊടുക്കുകയും സ്വന്തം കോയ്മകൾ പറയുകയും അതിൻ്റെ പേരിൽ തല്ലിപ്പിരികയും ഇങ്ങനെ ഉണ്ടാകുന്ന കർത്താവ് പിശാചിൻ്റെ അവസരങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അന്നു വേണ്ട ആഹാരത്തിനായി നിൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും കർത്താവിനെ ആശീർവദിക്കട്ടെ. നീ ആശ്രയം വെച്ചിരിക്കുന്നവർ അതിൽ നിന്ന് സ്കിപ്പായി പോകാതിരിക്കാൻ വേണ്ടി യേശുക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch with the fire finger, soak with the precious blood. Now, authority of the Catholic Church with the power of Jesus Christ, with the miracles of the Holy Priesthood, I bless her. കർത്താവിൻ്റെ പ്രവർത്തികൾ
നമ്മളെപ്പോഴും അറിയാം, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നല്ല നമ്മുടെ ഉടമ്പടിയുടെ മുഖ്യ ധാര അതാണ്, ഫോർമുല എന്ന് പറയുന്നത്, സൂത്രവാക്യം. നിൻ്റെ കഴിവല്ല കർത്താവിൻ്റെ കൃപയെന്ന്. പക്ഷേ ഇത് മുഴുവനും ബൈബിൾ മുഴുവനും ഇങ്ങനെ സ്പൈനൽ കോഡ് പോലെ കിടപ്പുണ്ട്. നട്ടിൻ്റെ അകത്ത് സ്പൈനൽ കോഡ് വന്ന പോലെ തന്നെയാണ് ഇത് കിടക്കുന്നത്. നോട്ടിൻ്റെ അകത്തുള്ള വാട്ടർമാർക്ക് പോലെ ഇത് ജലമുദ്ര പോലെ കിടപ്പുണ്ട്. എന്താണ്? കർത്താവിനെ കൂടി കക്ഷി ചേർക്കണമെന്ന്. അതെന്താണ്? പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞാലും കർത്താവിൻ്റെ പ്രവൃത്തി മൂലം നിന്നെ വീണ്ടെടുക്കാൻ കഴിയും. അപ്പോൾ എന്താ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്നറിയാമോ? ഈ ബൈബിൾ മൊത്തം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ്. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ. സങ്കീർത്തനം 118:22 എടുത്തേ. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലായില്ലേ? അപ്പം ഇതിപ്പോൾ പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ഈ പണിക്കാര് ചിലപ്പോൾ ചില ആൾക്കാർ ഈ നമ്മുടെ യോഗ്യത, നമുക്ക് അയോഗ്യതയുള്ളത് കാരണം, ഇപ്പം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അല്ലേ ഉടമ്പടിയുടെ ആപ്തവാക്യം. നിൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ടെന്ന്. അപ്പോൾ ഈ പണിക്കാരെന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ബന്ധുക്കളാകാം, നമ്മളെ സഹായികളാകാം, നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ ധരിക്കുന്നവരാകാം, നമ്മളോട് സഹായിക്കാൻ ബാധ്യതയുള്ളവരാകാം. അപ്പം ചില സമയത്ത് നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന കോളേജിലെ അഡ്മിഷനാകാം, ജോലി ഇൻ്റർവ്യൂവിന് പോകുന്ന പരാജയപ്പെടുന്ന അവസ്ഥയാകാം. പണിക്കാർ മുഴുവനും നമ്മുടെ ചുറ്റും പണിക്കാരാണ്. നമുക്ക് പണി വെക്കുന്നവരും നമ്മളെ തള്ളിക്കളയുന്നവരും എല്ലാം ബൈബിളിലെ പണിക്കാരാണ്. അപ്പോൾ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം തീർന്നില്ല. മനസ്സിലായില്ലേ? അത് പണിക്കാർ മൊത്തം പണിക്കാരാണല്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുടെയൊക്കെ നമുക്കൊരു തട്ട് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നീ പോയി ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, നീ ജീവിതത്തിൽ എല്ലാവരും ഇങ്ങനെയൊന്നും ധരിക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താണ്? പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ല എന്ന്. അതെന്താണ്? അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, കർത്താവിൻ്റെ പ്രവൃത്തി. അത് വായിച്ച് ഇത് കർത്താവിൻ്റെ പ്രവൃത്തി. അതാണ് കാര്യം. എന്താണ്? പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലാകണത് എന്തുകൊണ്ടാണ്? അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. അതാണ് ഇത് കർത്താവിൻ്റെ പ്രവൃത്തി. ഇതിന് ദൈവവേദന എവിടെയെങ്കിലും നിനക്കൊരു തട്ടുകേടുണ്ടായാൽ അതിൻ്റെ അർത്ഥം ഇനി നീ മനുഷ്യരിലോ പൊന്നിലോ പാട്ടിലോ പറമ്പിലോ ഒന്നും ആശ്രയിക്കേണ്ട, കർത്താവിൽ തന്നെ ആശ്രയിക്കണം. എന്താണ്? നിൻ്റെ ഫോർമാറ്റ് ടോട്ടൽ ചേഞ്ച് ചെയ്ത് നീ ദൈവത്തിനെ അറിയാനും ദൈവത്തിനെ കൊണ്ട് ജീവിതം പുനഃക്രമീകരിക്കാൻ വേണ്ടിയാണ് ഈ തട്ടുകേടൊക്കെ ഉണ്ടാകുന്നത്. അല്ല നീ ഞാൻ ഇത്രയും കഴിവുകൊണ്ടായിരുന്നു, ഞാൻ ഇത്രയും പഠിച്ചു, ഞാൻ ഇത്രയും എന്നേക്കാൾ കഴിവ് കുറഞ്ഞവർ കയറിപ്പോയി, ഇങ്ങനെ കുറേ ഇങ്ങനെ ഈ കഴുത പാട്ട് പാടണ പോലെ പാട്ട് നടക്കേണ്ട ഒരു കാര്യമില്ല. മറിച്ച് എന്താ സംഭവിച്ചാൽ നീ പൂർണ്ണമായി ദൈവത്തിൻ്റെ കൈകളിലേക്ക് വരാൻ പോകുന്നു, ദൈവം എന്നെ ഏറ്റെടുക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് ഈ പണിക്കാരെ കൊണ്ട് ഉപേക്ഷിപ്പിക്കണത്. ഉപേക്ഷിക്കുന്നതല്ലേ, അവരോട് ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടാണ് അവർ ഉപേക്ഷിച്ചത്. എന്താണ്? നീ ദൈവവേദനായതുകൊണ്ടാണ്. എന്താ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന വചനമാണേ. അതായത് 127 എടുത്ത സങ്കീർത്തനം. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. അതാണ് നിങ്ങളുടെ മുഴുവനും. നിങ്ങൾ വെള്ളം അടിക്കണതും ആത്മഹത്യ ചെയ്യാൻ പോണതും പണിക്കാരുടെ പണി കിട്ടിയതല്ലേ. അവൻ ചതിച്ചു, ഇവൻ ചതിച്ചു, അവൻ വിസ തരാമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നില്ല, 8 ലക്ഷം പോയി, ഓൺലൈനിൽ ഞാൻ ഗാമ്പിൾ ചെയ്തു, കാശ് പോയി. ഇങ്ങനെ പണിക്കാർ നിങ്ങൾ ചതിക്കുമല്ലോ, അതിനൊരു സംശയമില്ല കാര്യങ്ങളില്ലേ. അപ്പം പണിക്കാർ എപ്പോഴും പണി തരുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ സങ്കീർത്തനം എന്താ പറയണത്? 127 പറഞ്ഞാൽ കർത്താവാണ് ഭവനം പണിയണത്. ഇപ്പോൾ പണിക്കാർ ചതിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? കർത്താവാണ് ഭവനം പണിയേണ്ടതെന്ന് നിന്നെ ബോധ്യപ്പെടുത്തിയാണ് കർത്താവ്. അവിടെ നീ ആശ്രയിച്ചേക്കണം. 2 വചനം ഒന്നാണ് കേട്ടോ. അതായത് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിന് മൂലക്കല്ലാകണതും, അഥവാ അത് സങ്കീർത്തനം 118:22 കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ പണി വ്യർത്ഥമാണെന്നും. അപ്പം ഈ പണി വ്യർത്ഥമാകുന്ന പണിക്കാർ പണിഞ്ഞാലും നമ്മൾ സഹായിച്ചാലും അത് വ്യർത്ഥമാണ്. എന്താ കാര്യം? കർത്താവ് ഭവനം പണിയണം. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞാലും കുഴപ്പമില്ല. കാര്യം എന്താണ്? കർത്താവ് അതിനെ മൂലക്കല്ലാക്കും. അപ്പോൾ കർത്താവ് തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഫോക്കൽ പോയിന്റ്. അപ്പോൾ കർത്താവിൻ്റെ ഫോക്കൽ പോയിന്റ് ആയിട്ട് അങ്ങോട്ട് ജീവിതം റീഅറേഞ്ച് ചെയ്താണ്ടല്ലോ, അടിപൊളിയായിരിക്കും. എൻ്റെ പേര് ഷൈബ സെലസ്റ്റിൻ. ഞാൻ കോട്ടപ്പുറം സെൻറ്റ് മൈക്കിൾസ് കത്തീഡ്രൽ ഇടവക അംഗമാണ്. ഞാൻ 2018 സെപ്റ്റംബർ 27 ആദ്യമായി ഉടമ്പടി എടുത്തത്. അന്നും ഇന്നും ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് എൻ്റെ സൗണ്ട് തിരിച്ചു കിട്ടിയത് പറയാനാണ്.
2018 എനിക്ക് ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് 7 മുഴ തൊണ്ടയിലുണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അതിന് ബയോപ്സി കഴിച്ചപ്പോൾ അതിൽ ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ സൗണ്ട് പോയി. അതിനുശേഷം 4 മാസം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ 27 കൃത്യം 1 മാസമായപ്പോൾ ഒക്ടോബർ 27 അഖണ്ഡ ജപമാലയുടെ അന്ന് എനിക്ക് അമ്മ മാതാവ്, ഞാൻ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് ഒരു 4 വരി പാട്ട് പാടാൻ എനിക്ക് പറ്റണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ പാട്ട് ഞാൻ വച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് സൗണ്ട് തന്ന് അനുഗ്രഹിച്ചത്. അത് 2022 ജനുവരി 13 വരെ ആ സൗണ്ട് നീണ്ടു നിന്നിരുന്നു. പിന്നെ കൊറോണ വന്നപ്പോൾ 2-3 തവണ എനിക്ക് കൊറോണ വന്നിരുന്നു, ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട്. അവസാന തവണ വന്നപ്പോൾ സൗണ്ട് മുഴുവനായിട്ട് പോയി. അതിനുശേഷം എനിക്കുണ്ടായൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ കുർബാനയ്ക്ക് അങ്ങോട്ട് പള്ളിയിലേക്ക് കടന്നാൽ എനിക്ക് സൗണ്ട് ശരിയായി വരും. അല്ലാത്ത സമയത്ത് പള്ളിയിൽ നിന്ന് പുറത്ത് കടന്നാൽ സൗണ്ട് പോകും. അപ്പോൾ പലരും പറഞ്ഞ്, ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞതല്ലേ, ഇപ്പം എന്താണ് സൗണ്ട് പോയത്, കൃപാസനത്തിൽ പോകുന്നില്ലേ, കുറേ കുറ്റങ്ങൾ പറയാതിരിക്കാനായിട്ട് ദൈവം കുറച്ച് കുറ്റങ്ങൾ പറഞ്ഞാൽ മതി എന്ന് വെച്ചിട്ടായിരിക്കും ഇങ്ങനെ സൗണ്ട് കളഞ്ഞത്. അങ്ങനെ ഒരുപാട് കളിയാക്കലും ഒക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും വിഷമമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ആ സമയത്ത് ഒരു ടോക്ക് അച്ഛൻ്റെ കേൾക്കാണ്. നമുക്ക് ഓരോ സമയത്തും സ്കൂളിലായിരിക്കുമ്പോൾ ഓരോ ക്ലാസ് കഴിയുമ്പോൾ എക്സാം ഉണ്ടായിരിക്കും. ആ എക്സാം കഴിയുമ്പോഴാണ് അടുത്ത ക്ലാസ്സിലേക്ക് കയറുന്നത്. അപ്പോൾ അത് നമുക്കുള്ള പരീക്ഷണമാണ്. അതിൽ നമ്മൾ തരണം ചെയ്യണം എന്നുള്ളത് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ എനിക്ക് ജോബ് 23/14 എനിക്ക് മനസ്സിൽ തോന്നിയതാണ്, എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടെ നിന്ന് നിറവേറ്റും. അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. സങ്കീർത്തനം 115:12 പറയുന്നു, ദൈവത്തിനെ നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ അത്രയും സന്തോഷം തോന്നി, എന്നെക്കുറിച്ചൊരു ചിന്തയുണ്ടല്ലോ എന്നുള്ളത്. പിന്നെ ഞാൻ സൗണ്ടിന് വേണ്ടിയിട്ട് ഇവിടെ ഒരിക്കലും എഴുതിയിട്ടിട്ടില്ല, നിയോഗം വെച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത്, എനിക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം സൗണ്ട് തന്നാൽ മതി, സാക്ഷ്യം പറയണ നേരത്തേക്ക് തന്നാൽ മതി, ഇപ്പം സൗണ്ട് വേണ്ടാന്നാണ് ഞാൻ ദൈവത്തോട് പറഞ്ഞിരുന്നത്. അതിനുശേഷം ഞാൻ ഈ 5ാമത്തെ തവണ പുതുക്കാൻ വന്നപ്പോഴാണ് കൗൺസിലർ ചോദിക്കുന്നത്, നിങ്ങൾ സാക്ഷ്യം എന്താ പറയാത്തതെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ കൗൺസിലർ പറഞ്ഞു, മാർക്കോസ് 7-ാം അധ്യായത്തിൽ 31 മുതൽ 35 വരെയുള്ള വചനം, അത് ഇന്ന് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞ വചനമാണ്. ബധിരനും മൂകനുമായ ഒരു വ്യക്തിനെ എഫാത്ത തുറക്കപ്പെടട്ടെ എന്ന വചനം പറഞ്ഞുകൊണ്ട് യേശു സൗഖ്യപ്പെടുത്തുന്ന വചനം, അത് എന്നോട് വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഈ കഴിഞ്ഞ തവണ ഉടമ്പടി പുതുക്കിയപ്പോൾ മുതൽ ഞാൻ ആ വചനം വായിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഈ സെപ്റ്റംബർ 27 എൻ്റെ മകള്, 2ാമത്തെ മകളും ഹോസ്റ്റലിൽ പോയത്. 2 മക്കളും ഹോസ്റ്റലിൽ പോയപ്പോൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥന എത്തിക്കേണ്ടത് എനിക്ക് ഭയങ്കര പ്രശ്നമായി. എനിക്ക് സൗണ്ടില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള ഭയങ്കര ഒരു വിഷമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ എന്തുട്ട ചെയ്യുക, ഞാൻ എന്ത് ചെയ്യണമെങ്കിൽ കുടുംബ പ്രാർത്ഥന എത്തിക്കാനെന്ന് വളരെ വിഷമത്തോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം എനിക്ക് സൗണ്ട് വേണമെന്ന്. ആദ്യത്തെ ദിവസം സെപ്റ്റംബർ 27 എനിക്ക് ഒട്ടും പറ്റാണ്ട് ഞാനൊരു കണക്കിന് പ്രാർത്ഥന എത്തിച്ചു തീർന്നു. ഞാനും ഹസ്ബൻഡും കൂടി ഇരുന്ന് എത്തിച്ചപ്പോൾ ഹസ്ബൻഡ് വേഗം പോയിട്ട് ഫാൻ ഓഫാക്കി സൗണ്ട് കേൾക്കാതെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എണീറ്റ് പോകാമോ എന്ന്. പിന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു, മാതാവേ ഇന്ന് ഞാൻ കുടുംബ പ്രാർത്ഥന നിർത്തേണ്ടി വരുമോ, ഇനി ഞാൻ തന്നെ പ്രാർത്ഥിക്കണമെങ്കിൽ അത് വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയായിരിക്കുമല്ലോ, ഒരുമിച്ച് ഞങ്ങൾ 2 പേരും എത്തിക്കണമെങ്കിൽ എനിക്ക് സൗണ്ട് തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പറഞ്ഞു. അന്ന് ഞാൻ കുടുംബ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം കുറച്ച് പതറി, പിന്നെ എനിക്ക് ശരിക്കും സൗണ്ട് വന്നു. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, കുടുംബ പ്രാർത്ഥന ഒരിക്കലും നമ്മൾ മുടക്കാൻ പാടില്ല. അത് ഞാൻ മാത്രമല്ല, എന്നെ കേൾക്കുന്ന എല്ലാവരും അതറിയണം. അതാണ് ഈശോയും മാധവ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് എനിക്ക് ഇത്ര നാൾ സൗണ്ട് തരാതിരുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പിന്നെ കൊറോണ കാലത്ത് ഞങ്ങൾ 4 പേർക്കും കൊറോണ വന്നിരുന്നു.
പക്ഷേ എനിക്ക് മാത്രമാണ് ഭയങ്കര കൂടുതലായിട്ട് ബോഡി പെയിനും ചുമയൊക്കെ ഉണ്ടായിരുന്നത്. എൻ്റെ ഹസ്ബൻഡിനും 2 മക്കൾക്കും ഉണ്ടായിരുന്നില്ല. 6 വർഷം മുൻപ് എൻ്റെ ഭർത്താവിന് അറ്റാക്ക് വന്നിരുന്നു. അതിൽ 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു, 2 സ്റ്റണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2-4 പ്രാവശ്യം ഡോക്ടറിനെ കാണാൻ ഹസ്ബൻഡ് പോയിരുന്നു. പിന്നെ ഡോക്ടറെ കാണില്ല, ടെസ്റ്റ് ചെയ്യില്ല, ശരിക്കും മരുന്നൊന്നും കഴിക്കില്ല. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം ഉണ്ട്. പക്ഷേ ആളൊന്നും മരുന്ന് കൊടുത്താലും ചിലപ്പോൾ മറന്നു പോകും. 2 ദിവസം മരുന്ന് കഴിഞ്ഞാൽ വാങ്ങാതെ മറന്നു പോകും. അങ്ങനെ ഭക്ഷണമൊന്നും ശ്രദ്ധിക്കാറില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ ഭർത്താവിന് ഞാൻ എൻ്റെ നിയോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ 4 പേരെയും മാതാവ് അമ്മയുടെ നീലക്കാപ്പ കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കണമെന്നായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് വരെ എൻ്റെ ഭർത്താവിനെ മാതാവ് സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഒരു കുഴപ്പം വന്നിട്ടില്ല. ഇപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ കൊറോണയുടെ സമയത്ത് 4 പേർക്ക് കൊറോണ വന്നപ്പോഴും മറ്റ് 3 പേർക്കും കുഴപ്പമൊന്നും ഉണ്ടായില്ല. എനിക്ക് മാത്രമാണ് കുറച്ച് ചുമ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ വിറ്റാമിൻ സിയുടെ ഗുളികയും എനിക്ക് ആൻറ്റിബയോട്ടിക്കും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഉടമ്പടി, ഉപ്പ്, ആവി പിടിക്കും, പിന്നെ നിറച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കും. പിന്നെ ഈ ചെറിയ മരുന്നുകളൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. 1 മാസം റെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് മാറി. അപ്പോൾ ഈ ഹാർട്ടിന് കംപ്ലയിൻറ്റും എനിക്ക് തൈറോയിഡിൻ്റെ കംപ്ലയിൻ്റൊക്കെ ഉണ്ടായിട്ടും എനിക്കത് വളരെയധികം സീരിയസ് ആയിട്ടൊന്നും വന്നില്ല. അതും മാതാവും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചതാണ്. പിന്നെ കൊറോണ കാലത്ത് ഞാൻ എപ്പോഴും ബൈബിൾ കുറേ വായിക്കും. അതിൽ നല്ല ഇഷ്ടപ്പെടുന്ന വചനങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും സങ്കടമൊക്കെ അച്ഛൻ ഇന്ന് പറഞ്ഞതുപോലെ വരാറുണ്ട്. ഞാനപ്പോൾ A4 ഷീറ്റിൽ അത് എഴുതി വയ്ക്കും, അത് മാർക്ക് ചെയ്യും. പിന്നെ കുറേ പ്രാവശ്യം അത് വായിക്കും, കരയും, ചിരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ മക്കളോടൊക്കെ പറയും, ഇന്ന് വചനം വായിച്ചപ്പോൾ എനിക്ക് ഇതാ കിട്ടിയത് എന്നൊക്കെ പറയും. സാക്ഷ്യം പറയണത് കേൾക്കണതും ഒക്കെ മക്കളോടും പറഞ്ഞു കൊടുക്കും. അതുപോലെ ഞാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഒരു വീടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം വാങ്ങണമെങ്കിലും അതിനുള്ള പൈസയും അന്ന് ഉണ്ടായിരുന്നില്ല കൊറോണയുടെ സമയത്ത്. ആ സമയത്ത് ഞങ്ങൾക്കൊരു ബിൽഡിങ് ഹൈവേയിലുണ്ടായിരുന്നു. അതിൻ്റെ 1.5 മീറ്റർ ഹൈവേരെ റോഡ് വീതി കൂട്ടലിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഏറ്റെടുക്കുമ്പോൾ അതിന് നഷ്ടപരിഹാരം തന്ന തുകയ്ക്ക് ഞങ്ങൾക്ക് 17 സെൻറ്റ് സ്ഥലം വാങ്ങാനായിട്ട് സാധിച്ചു. അതിനും ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഒരുപാട് കാലം മുൻപ് ഞാൻ കോട്ടപ്പുറം പള്ളിയിൽ കുർബാനയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ സൈഡിൽ കൂടെ പോകുമ്പോൾ ഈ വഴിയിൽ ഈ സ്ഥലത്ത് എനിക്കൊരു 7 സെൻറ്റെങ്കിലും വാങ്ങി ഇവിടെ വീട് വെക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചൊരു സ്ഥലം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത്. ആ സ്ഥലത്ത് അല്ലാതെ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥലം ആയിട്ട് കിട്ടിയ സ്ഥലത്താണ് എൻ്റെ ഭർത്താവ് ഒരു വീട് വയ്ക്കാനുള്ള കല്ലിട്ടത്. പക്ഷേ എത്ര നാൾ കഴിഞ്ഞിട്ടും അത് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. പിന്നീട് ഈ കൊറോണ കാലത്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് ആ സ്ഥലത്ത് തന്നെ, ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ, ഞാൻ 7 സെൻറ്റാണ് വിചാരിച്ചത്, ഹസ്ബൻഡ് ഒരു 10 സെൻറ്റെങ്കിലും ഒന്ന് വിചാരിച്ചിരുന്നു. അത് 17 സെൻറ്റായിട്ട് ഒരുമിച്ച് ദൈവം ഞങ്ങൾക്ക് നൽകി. അതും ഞങ്ങളുടെ കഴിവല്ല, ദൈവം നൽകിയ സ്ഥലമാണ്. അതിനുശേഷം ഞാൻ ഫസ്റ്റ് ഉടമ്പടി ജൂലൈ 23-ാം തീയതി 2ാമത് വന്ന് പുതുക്കി. അപ്പോൾ ആ പുതുക്കിയ സമയത്ത് അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നു. അതിനുശേഷം ഞാൻ 2ാമത് പുതുക്കാൻ വന്നപ്പോൾ അതിൻ്റെ 1 മാസം കഴിഞ്ഞ ദിവസം ഞാൻ കൊറോണ കാലത്തുള്ള പഴയ ഒരു ആരാധന കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഞങ്ങൾക്കൊരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ പൈസ കിട്ടാനുണ്ടായിരുന്നു. ആ 27 ലക്ഷം കിട്ടാണ്ടായിരുന്നു. അപ്പോൾ അത് 4-5 വർഷമായിട്ട് ഇങ്ങനെ കേസായിട്ട് നടക്കായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈശോയുടെ അരുളിക്ക് പൊന്തിക്കുന്ന സമയത്ത് ആ ഫയൽ വേഗം എടുത്ത് കൊണ്ടുവരണമെന്ന് തോന്നി. ഞാൻ വേഗം അളമാരിയിൽ നിന്ന് ഫയൽ എടുത്ത് കൊണ്ടുവന്നു. ഈശോയെ, ഈ ഫയൽ നോക്കാതെ പോവല്ലേട്ടാന്ന് പറഞ്ഞിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിനുശേഷം പിറ്റത്തെ ദിവസം അയാൾ ഫോൺ വിളിച്ച് പറഞ്ഞു, കോംപ്രമൈസിന് വിളിച്ചു. അങ്ങനെ ആ പൈസ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് വീടിൻ്റെ പണി തുടങ്ങാനായിട്ട് സാധിച്ചു. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ വാർക്ക് കഴിഞ്ഞു. പിന്നെ ഞാനിവിടെ നിയോഗത്തിൽ എഴുതിയിരിക്കുന്നത് ഈശോയും മാതാവും തന്നെ ആ വീട് പണിത് തരണം എന്നായിരുന്നു. അപ്പം എനിക്ക് ഒരു വചനം മനസ്സിൽ വരുന്ന യെശയ്യാ 66:9 പ്രസവം വരെ എത്തിച്ചിട്ട് പ്രസവം നടത്താതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? അപ്പം എനിക്ക് മനസ്സിലായി, ഇത്രയും വലിയ സ്ഥലം തരാനും ഇത്രയും വീട് വെക്കാനുള്ള പൈസ തരാനും കഴിഞ്ഞ് ബാക്കിയുള്ള പണിയും ഈശോയും മാതാവും തന്നെ എനിക്ക് നടത്തി തരും. പിന്നെ എൻ്റെ മക്കൾ
മൂത്ത മകൾ 10ൽ ആയിരിക്കുന്ന സമയത്താണ് ഞാൻ 2018 ഉടമ്പടി എടുത്തത്. അപ്പോൾ അവൾക്ക് നന്നായി പഠിക്കുമെങ്കിലും അവൾക്ക് ഭയങ്കര പരീക്ഷാ പേടിയായിരുന്നു. അവൾ ഭയങ്കരമായിട്ട് പനി അല്ലെങ്കിൽ തലവേദന, തുമ്മൽ, ഇതൊക്കെ പരീക്ഷയുടെ സമയത്ത് വരും. ആ പഠിച്ചത് മുഴുവനും ഓർമ്മയില്ലാണ്ടാവും. പിറ്റേ ദിവസം രണ്ടാമത് പഠിച്ചാലാണ് അത് ഓർമ്മയുണ്ടാവുക. അപ്പോൾ ചെറുതായിരിക്കുമ്പോൾ അത്ര കുഴപ്പമുണ്ടായില്ല. 10ലായപ്പോഴൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉടമ്പടി കാശ് രൂപം കൊന്തയിലിട്ട് കൊടുത്ത് വിടുമായിരുന്നു. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മക്കൾ ചൊല്ലും എൻ്റെ കൂടെ. പിന്നെ തൈലം കുരിശ് വരച്ച് വിടും. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴും വിഷമമുള്ളതാണെങ്കിലും എളുപ്പമുള്ള വിഷയങ്ങളാണെങ്കിലും മാതാവിനോട് ഈശോയോടും അത് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറയാറുണ്ട്. പിന്നെ പരീക്ഷയുടെ വിഷമമുള്ളതാണെങ്കിൽ അത് ഈശോയ്ക്ക് നോക്കാനുള്ള മാർക്കിടാനുള്ള വിഷയമാണെന്ന് ഞാൻ പറയാറുണ്ട്. അങ്ങനെ വിഷമമുണ്ട് തോൽക്കുമെന്ന് പറയുന്ന വിഷയത്തിനാണ് അവർക്ക് ഫുള്ള് മാർക്ക് കിട്ടിയിരുന്നത്. അങ്ങനെ 2 മക്കൾക്കും 10ലും +1ലും +2ലും ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള എല്ലാ പരീക്ഷകളും ഫുൾ A+ ആണ് മാതാവും ദൈവവും തന്നത്. പിന്നെ നീറ്റിൻ്റെ പരീക്ഷയിലും എലിജിബിളായി. നീറ്റിന് അവൾക്ക് BDS എടുക്കണമെന്നായിരുന്നു മൂത്ത മകളുടെ ആഗ്രഹം. അത് അവൾ ആഗ്രഹിച്ച കോളേജിൽ തന്നെ അവൾക്ക് അലോട്ട്മെൻറ്റിൻ്റെ തലേ ദിവസം മാതാവ് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു ഒരു നീല കളറിലെ ആ കോളേജിൻ്റെ പേര്. പിറ്റേന്ന് അലോട്ട്മെൻറ്റിൻ്റെ വന്നപ്പോൾ അവൾ പറഞ്ഞു, ഇതേപോലെ തന്നെയാണ് ഞാൻ തലേ ദിവസം കണ്ടത്, നീല കളറിലെ ആ കോളേജിൻ്റെ പേരും ബാക്കിയുള്ള സ്ഥലം ബ്ലാക്ക് ലെറ്റേഴ്സിലാണ് കണ്ടിരുന്നത്. അവിടെ BDSന് അഡ്മിഷൻ കിട്ടി. ഫസ്റ്റ് ഇയറിൻ്റെ പരീക്ഷയായപ്പോൾ ഞാൻ ഈ പ്രൊഫഷണൽ കോഴ്സിനെ പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ മകളെയും കൊണ്ടു നിർത്തി പ്രാർത്ഥിച്ചിരുന്നു. അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു, കാശ് രൂപം കൊടുത്തിരുന്നു. പരീക്ഷയുടെ സമയത്ത് അവർക്ക് അന്ന് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് അവൾക്ക് മനസ്സിലിങ്ങനെ മാതാവ് കാണിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അവൾ മറ്റുള്ള കുട്ടികൾക്കും ഇത് വരും തോന്നുന്നുണ്ടെന്നാണ് പറഞ്ഞു കൊടുത്തിരുന്നു. അതെല്ലാം അതുപോലെ തന്നെ വന്നു. അവർക്ക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാവാൻ സാധിച്ചു. പിന്നെ രണ്ടാമത്തെ മകൾക്കും ഇപ്പോൾ ACC ആണ് പഠിക്കുന്നത്. അവളും 10, +1, +2 ഫുൾ A+ ലഭിച്ചു. ACC അവൾ പഠിക്കുന്നു. 2 മക്കളുടെയും പഠനഭാരവും വീടിൻ്റെ പണിയും കൂടിയായപ്പോൾ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞ് ബൈബിൾ എടുത്ത് വായിക്കുകയാണ്. അപ്പോൾ ഞാൻ കരച്ചിലിൻ്റെ ഇടയിൽ ഞാൻ നോക്കുമ്പോൾ അതിലെഴുതിയേക്കണ യെശയ്യാ 54:13 ഞാൻ വായിക്കണത്. അതിലെഴുതിയേക്കണത്, കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഈശോ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിനോർത്ത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതിൻ്റെ കൂടെ 2022 ഞാൻ ജൂലൈ 23 ഞാൻ ഉടമ്പടി ഇവിടെ 2ാമത് പുതുക്കിയത്. ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, ബോഡി പെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യം കാണിച്ചിരുന്ന തൈറോയിഡിൻ്റെ ഡോക്ടറിനെ കാണിച്ചു, എനിക്ക് ക്യാൻസറിൻ്റെ ഉണ്ടോയെന്നൊന്നും അറിയാനായിട്ട്. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിലൊരു സിസ്റ്റ് ഉണ്ട്, ഒരു ഫൈബ്രോയിഡ് ഉണ്ട്, ലിവർ 20 സെൻറ്റിമീറ്റർ എൻലാർജ് ചെയ്തിരിക്കുന്നു, പിന്നെ 6.5 സെൻറ്റിമീറ്ററും 2.9 സെൻറ്റിമീറ്ററിലും 2 മാസുണ്ട്. ഇതൊക്കെ അതിൽ കണ്ടിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു സർജനെ, ലിവറിൻ്റെ സർജനെ പോയി കാണാൻ പറഞ്ഞു. അവർ CT എടുക്കണം, പിന്നെ ബ്ലഡ് ക്യാൻസറിൻ്റെ ടെസ്റ്റുകൾ അങ്ങനത്തെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. വേറൊരു ഡോക്ടർ കണ്ടപ്പോഴും ഇതുതന്നെ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ ഈ CT എടുക്കുന്നതിന് മുൻപായിട്ട് എനിക്ക് കേസിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ഡേറ്റ് എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് 29 എന്നാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഞാനപ്പോൾ 29 എന്താണ്, അത് അന്നാണ് കേസ് ജയിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചിരുന്നു. ആ സമയത്ത് ഞാനിവിടെ പത്രം വാങ്ങാനായിട്ട് വന്നപ്പോൾ അച്ഛൻ വിളിച്ച് ഇവിടെ മൈക്കിൽ കൂടി പറയുകയാണ്, 2022 അഖണ്ഡ ജപമാലയ്ക്ക് ഒക്ടോബർ 29 മാതാവ് എല്ലാവരെയും ക്ഷണിക്കുന്നു എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര, എന്നെ 29 മാതാവ് അഖണ്ഡ ജപമാലയ്ക്കാണ് ക്ഷണിച്ചതെന്ന് എനിക്ക് തോന്നിയപ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിൽ വന്നു. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് വീട്ടിൽ പോയി പറഞ്ഞു, ഞാനിങ്ങനെ കണ്ടു 29 അത് ഞാനിങ്ങനെ ഇവിടെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞത് അഖണ്ഡ ജപമാലയുടെ ഡേറ്റ് ആയിട്ടാണ് പറഞ്ഞത്, നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഫാത്തിമയിലും ലൂർദിലും മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾക്ക് ഇവിടെ ട്രോളുകളൊക്കെ കേട്ടിട്ട് കൃപാസനത്തെക്കുറിച്ച് അത്രയ്ക്ക് വിശ്വാസമില്ല. പക്ഷേ മാതാവിൽ വിശ്വാസമാണ്, പള്ളിയിലൊക്കെ നല്ല ആക്റ്റീവാണ്.
അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷേ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ഡേറ്റ് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ മാതാവ് എന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കണമെങ്കിൽ മാതാവ് തന്നെ കൊണ്ടുപോകണം, അല്ലാണ്ട് എനിക്ക് എന്നെ ഹസ്ബൻഡൊന്നും കൊണ്ടുപോവില്ല. അങ്ങനെ പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി വിളിച്ചേക്കണ്. അപ്പം ഞാനിത് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ മകളും അഖണ്ഡ ജപമാലയ്ക്ക് കഴിഞ്ഞ വർഷം ഈ വേദനയൊക്കെ ഉണ്ടായിട്ടും പോയി. അവിടെ പോയി വന്ന് പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ വന്നിരുന്നു. അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സാക്ഷ്യം പറയാൻ പറ്റണേന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ വീട്ടിലോട്ട് പോകുമ്പോൾ എപ്പോഴാണ് എനിക്ക് വേദന മാറിയതെന്ന് എനിക്കറിയില്ല. എൻ്റെ വേദനയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സീറ്റ് എടുക്കുമ്പോൾ അത്ര പേടി ഉണ്ടായിരുന്നില്ല. സീറ്റ് എടുത്തപ്പോൾ യൂട്രസിൽ സിസ്റ്റില്ല, പിന്നെ ഫൈബ്രോയിഡ് യൂട്രസിൻ്റെ വാളിന് പുറത്തായിട്ടാണ് കാണുന്നത്. പിന്നെ അത് കുഴപ്പമില്ല. മാസുണ്ട്, ലിവറും 20 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. പക്ഷെ അതിൽ ക്യാൻസറിൻ്റേതായിട്ടുള്ള ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് എന്തെങ്കിലും ലക്ഷണം കാണണമെങ്കിൽ മാത്രം വന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല, ഇവിയോൻ്റെ ഗുളിക കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് നൽകിയതും നൽകാനിരിക്കുന്നതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. ഞാൻ ഈ സൗണ്ട് വന്നപ്പോൾ പിറ്റേന്ന് വരാമെന്ന് പറഞ്ഞതാണ് മാധവനോട്. അതുപോലെ മക്കളെയും കൊണ്ട് വന്ന് സാക്ഷ്യം പറയാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്കതിന് സാധിച്ചില്ല. മക്കൾ ഹോസ്റ്റലിലായിരുന്നു. അതിന് ഞാൻ മാധവനോടും ഈശോയോടും മാപ്പ് ചോദിക്കുന്നു. അനുഗ്രഹീതർ എന്ന ജനതകൾ നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം തിരുവചനമാണ്. തൻ്റെ ജീവിതത്തിൽ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട കൃപാസന അൾത്താരയിൽ വന്ന് തൻ്റെ കുടുംബത്തിന് ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് ഈ മകൾ നന്ദി പറയുമ്പോൾ ഈ മകൾക്ക് നഷ്ടപ്പെട്ടു പോയ സൗണ്ട് അതെങ്ങനെ ഈ മകൾക്ക് പിന്നീട് തിരികെ ലഭിക്കുന്നു, അമ്മ എങ്ങനെയാണ് സാക്ഷ്യം പറയാനുള്ള രീതിയിൽ ഈ മകൾക്ക് തൻ്റെ നഷ്ടപ്പെട്ടു പോയ സൗണ്ട് കൊടുത്തതെന്നും അതിനുശേഷം തങ്ങൾക്ക് കിട്ടിയ മറ്റോരോ കൃപകൾ, കൊറോണ കാലത്ത് കിട്ടിയ സംരക്ഷണം, ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തന്നെ കിട്ടിയ രോഗസൗഖ്യം, അതുപോലെ തങ്ങൾക്ക് ഒരു വീടില്ലായിരുന്നു, വർഷങ്ങളായിട്ട് വീട് ലഭിക്കുന്നു. പിന്നീട് ഓരോ കാര്യങ്ങളിലും കുട്ടികളുടെ പഠന കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ മകളുടെയും കുടുംബത്തെയും ഈശോ പൊതിഞ്ഞ് പിടിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുക. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് സിസ്റ്റ്, അതുപോലെ ഫൈബ്രോയിഡ്, ലിവർ എൻലാർജ്, ഇതിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പിന്നീടുള്ള CT സ്കാൻ എടുക്കുമ്പോൾ ഇതൊന്നും തന്നെ ഇല്ല, ക്യാൻസറിൻ്റേതായ യാതൊരു ലക്ഷണങ്ങളുമില്ല, ഇങ്ങനെയൊക്കെയാണ് നാം കേൾക്കുക. അതുകൊണ്ടാണ് തിരുവചനം പറയുക, അനുഗ്രഹീതർ എന്ന ജനതകൾ നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും. നമ്മുടെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. തമ്പുരാൻ്റെ കയ്യിൽ അതിന് നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു പദ്ധതിയുണ്ട്, നമ്മെക്കുറിച്ചുള്ള പദ്ധതിയുണ്ട്. അത് സ്വീകരിക്കുവാൻ നാം എത്രമാത്രം ഒരുക്കത്തോടെയുള്ളവരാണെന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. ഉടമ്പടി ജീവിതത്തിലൂടെ ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ കൃപകൾ നേടുന്നവരാകുവാൻ നമുക്കും പരിശ്രമിക്കാം. കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.